ഹായ് ഫ്രണ്ട്സ്, ഇന്നെല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന ഇംഗ്ലീഷാണ്. സിലബസിലെ ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ്. ഇപ്പോൾ LDC, LGS, ഡിഗ്രി പ്രിലിംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. I dash my grandfather's house in those days. I dash my grandfather's house in those days. Option A, had to visit. B, will visit. C, used to. D, being visited. Option ഒന്നുകൂടെ പറയാം. Had to visit. B, will visit. C, used to. D, being visited. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഹാഡ് ടു വിസിറ്റ് എന്നാണ്. ഐ ഹാഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ് എന്നാണ്. ഇൻ ദോസ് അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് നോക്കാം. ഇൻ ദോസ് ഡേയ്സ് എന്നത് കഴിഞ്ഞു പോയ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ ദോസ് ഡേയ്സ് കഴിഞ്ഞു പോയ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ പാസ്റ്റ് ടെൻസ് വെർബ് ഉപയോഗിക്കണം. പാസ്റ്റ് ടെൻസിൽ നമ്മൾ അതുകൊണ്ട് വെർബാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷനുകളിൽ ഹാഡ് ടു വിസിറ്റ്, യൂസ്ഡ് ടു എന്നിവ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും യൂസ്ഡ് ടുവിന് ശേഷം വെർബ് ഇല്ലാത്തതിനാൽ ഇത് ഉപയോഗിക്കാനാവില്ല. പക്ഷേ യൂസ്ഡ് ടു വിസിറ്റ് എന്നാ വന്നെങ്കിൽ അത് ശരി ഉത്തരവായിട്ട് വന്നേനെ. അതുകൊണ്ടാണ് ഓപ്ഷൻ എ, ഹാഡ് ടു വിസിറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ whose wife is dead is called dash. A man whose wife is dead is called dash. Option A, widower. B, widow. C, bachelor. D, stranger. ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. ഓപ്ഷൻ എ, വിഡോവർ. ബി, വിഡോ. സി, ബാച്ചിലർ. ഡി, സ്ട്രേഞ്ചർ. എന്തായാലും ഇതിൻ്റെ ആൻസർ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ, വിഡോവർ എന്നുള്ള എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് അറിയാവുന്നതായിരിക്കും. ബാച്ചിലറും അല്ല, സ്ട്രേഞ്ചറും അല്ല. പിന്നെ ചിലർക്ക് ആർക്കെങ്കിലും സംശയം തോന്നാവുന്ന വിഡോവറും വിഡോ, ഈ രണ്ട് ഓപ്ഷന് സംശയം തോന്നിയേക്കാം. പക്ഷേ ആൻസർ വിഡോവറാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ ഹി സെഡ്. ചേഞ്ച് ദി സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, he said that he do not like the tea. He said that he do not like the tea. Option B, he said that he didn't like the tea. He said that he didn't like the tea. Option C, he said that he doesn't like the tea. He said that he doesn't like the tea. Option D, he said that he had not liked the tea. He said that he had not liked tea. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഹി സെഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ലൈക്ക് ദ ടീ എന്നുള്ളതാണ് ആൻസർ. ഇത് നമുക്ക് അതിൻ്റെ ഒരു വിശദീകരണം നോക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റ് ടെൻസ് വന്നാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അത് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് വന്നാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്. ഇപ്പോൾ ഡോണ്ട് പാസ്റ്റ് ടെൻസ് ഡിഡിൻ വന്നില്ലേ, അതാണ്. ഡോണ്ട് പാസ്റ്റ് ടെൻസ് ഡിഡിൻ്റ് ആണല്ലോ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ് മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. ഓപ്ഷൻ എ, വെൻ്റ് അവേ. ബി, പാസ്ഡ് അവേ. സി, മൂവ്ഡ് അവേ. ഡി, സെറ്റ് അവേ. ഹിസ് മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പാസ്ഡ് അവേ. ഇതിന് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഹിസ് മദർ പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ, അതാണ് എൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ ഡാഷ്. അത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഓപ്ഷൻ എ, ഡോണ്ട് ദേ. ബി, ഡിഡിൻറ്റ് ദേ. സി, ഡു ദേ. ഡി, ഡിഡ് ദേ. ഒന്നും കൂടെ പറയാം. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഡോണ്ട് ദേ,
ഡിഡിൻ ദേ, ഡു ദേ, ഡിഡ് ദേ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിഡ് ദേ എന്ന് പറയും. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ ഡിഡ് ദേ, അതാണ് ക്വസ്റ്റ്യൻ്റെ ആകെ വരുന്നത്. അതായത് ഫ്യൂ നെഗറ്റീവ് വേർഡ് ആയതിനാലാണ് പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. അത് എപ്പോഴും ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു ലെസൺ പറയുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് ഇതിലും പറയുന്നത്. നെഗറ്റീവ് വേർഡ് ആയതിനാൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. വാക്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാത്തതിനാൽ ന്യൂവിനെ ഡിഡ് നോ എന്നാക്കിയ ശേഷം ഡിഡ് ഉപയോഗിച്ച് ടാഗ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സ്പോട്ട് ദ എറർ പാർട്ട് ഇൻ ദ സെൻറ്റൻസ്. സ്പോട്ട് ദ എറർ പാർട്ട് ഇൻ ദ സെൻറ്റൻസ്. എറർ പാർട്ടിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ പ്രിൻസിപ്പൽ വാസ്. ബി, പ്ലീസ്ഡ് ദാറ്റ് ദ സ്റ്റുഡൻസ്. സി, ഡു നോട്ട് വയലേറ്റ്. ഡി, ദ റൂൾസ് ഓഫ് ദ കോളേജ്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡി എന്നായിരിക്കും, ബി എന്ന് പറയുന്നത് എ എന്നായിരിക്കും, സി എന്ന് പറയുന്നത് സി തന്നെ, ഡി എന്ന് പറയുന്നത് ബി ആയിരിക്കും എന്നാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി, സി. അതായത് വാസ് പ്ലീസ്ഡ് എന്നത് പാസ്റ്റ് ടെൻസ് ആയതിനാൽ തുടർന്ന് പാസ്റ്റ് ടെൻസ് വരണം. ഇവിടെ ഡിഡ് നോട്ട് വയലേറ്റ് എന്നോ ഹാഡ് നോട്ട് വയലേറ്റഡ് എന്നോ വന്നാൽ വാക്യം ശരിയാവും. അതുകൊണ്ടാണ് എന്ത് ഓപ്ഷൻ സി, ഡു നോട്ട് വയലേറ്റ് എന്നുള്ള ആൻസർ ശരിയാണെന്ന് പറയും. എറർ പാർട്ടാണെന്നുള്ള പറയാനുള്ള കാരണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. ഓപ്ഷൻ എ, ഫ്രം. ബി, ബൈ. സി, ദ. ഡി, ബിറ്റ്വീൻ. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ബിറ്റ്വീൻ ആണ്. വാട്ട് വിൽ യു ഡു ബിറ്റ്വീൻ നൗ ആൻഡ് 5 o'clock. അതായത് രണ്ട് സമയങ്ങൾക്കിടയിലെ കാര്യം പറയുന്നതിനാണ് ബിറ്റ്വീൻ ഉപയോഗിക്കണം. അതെപ്പോഴും നിങ്ങൾ ഓർക്കുക. രണ്ട് സമയങ്ങൾക്കിടയിലെ കാര്യം പറയുവാൻ ബിറ്റ്വീനാണ് ഉപയോഗിക്കേണ്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മെനി എ മിക്കിൾ ഡാഷ് എ മക്കിൾ. സപ്ലൈ കറക്റ്റ് ടെൻസ് ഫോം. ഓപ്ഷൻ എ, മേക്സ്. ബി, മേക്കിംഗ്. സി, മേക്ക്. ഡി, മെയ്ഡ്. അതായത് മെനി എ മിക്കിൾ ഡാഷ് എ മക്കിൾ എന്നാണ്. അപ്പോൾ ഇതൊരു ചൊല്ലാണ്. പലതുള്ളി പെരുവെള്ളം എന്ന ചൊല്ലിന് തുല്യമായിട്ടുള്ളൊരു ഇതാണ്, വാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മേക്സ് എന്നാണ്. മെനി എ മിക്കിൾ മേക്സ് എ മക്കിൾ. അതാണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ എ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ദ ഐഡിയ ലിംഗ്വ ഫ്രാങ്ക മീൻസ്. ഓപ്ഷൻ എ, കോമൺ ലാംഗ്വേജ്. ബി, ഫോറിൻ ലാംഗ്വേജ്. സി, ഒഫീഷ്യൽ ലാംഗ്വേജ്. ഡി, ഏൻഷ്യൻ ലാംഗ്വേജ്. ദ ആൻസർ ഓപ്ഷൻ എ, കോമൺ ലാംഗ്വേജ് ആണ്. ലിംഗ്വ സ്പെല്ലിംഗ് LINGUA, ഫ്രാങ്ക സ്പെല്ലിംഗ് FRANCA. ഇതിൻ്റെ മീനിങ് കോമൺ ലാംഗ്വേജ് ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. I came here yesterday to get the work started, said Naveen is. Option A, Naveen said that he came there the day before to get the work started. B, Naveen said that he had come there the day before to get the work started. C, Naveen said that he came there the day before to get the work had started. D, Naveen said that he has come there the day before to get the work started. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നവീൻ said that he had come there the day before to get the work started. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When dash Titanic was crossing dash Atlantic, she struck an iceberg. ഒന്നും കൂടെ പറയാം. When dash Titanic was crossing dash Atlantic, she struck an iceberg. Option A, the A. Option B, A, the.
ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി എ. അപ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് അതായത് തന്നെയാണ് വരുന്നത്. വെൻ ദ ടൈറ്റാനിക് വാസ് ക്രോസിംഗ് ദ അറ്റ്ലാന്റിക് എന്നാണ് വരുന്നത്. അത് കപ്പലുകൾ, തീവണ്ടികൾ മുതലായവയുടെ പേരിനൊപ്പം നമ്മൾ ദ ഉപയോഗിക്കണം. അതുപോലെ സമുദ്രങ്ങളുടെ പേരിനൊപ്പവും ദ ഉപയോഗിക്കണം. അത് ഓർത്ത് വെക്കുക. കപ്പലുകൾ, തീവണ്ടികൾ മുതലായവയുടെ പേരിനൊപ്പം ദ തന്നെ ഉപയോഗിക്കണം. അതുപോലെ സമുദ്രങ്ങളുടെയൊക്കെ പേരിനൊപ്പം ദ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ എ ബ്രീഫ് സ്പീച്ച് ദ മിനിസ്റ്റർ ഡാഷ് ദ ന്യൂ സ്റ്റാച്യു. ആഫ്റ്റർ എ ബ്രീഫ് സ്പീച്ച് ദ മിനിസ്റ്റർ ഡാഷ് ദ ന്യൂ സ്റ്റാച്യു. ഓപ്ഷൻ എ ഡിസ്വീൽഡ്, ബി ഓവർവീൽഡ്, സി ഇൻവീൽഡ്, ഡി അൺവീൽഡ്. ആൻസർ ഓപ്ഷൻ ഡി അൺവീൽഡ്. സ്പെല്ലിംഗ് UNVEILED ആണ്. UNVEILED ആണ്, അൺവീൽഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡാഷ് ടു ഗോ ബൈ ട്രെയിൻ ദാൻ ബൈ കാർ. ഇറ്റ് ഈസ് ഡാഷ് ടു ഗോ ബൈ ട്രെയിൻ ദാൻ ബൈ കാർ. ഓപ്ഷൻ എ മോർ ചീപ്പ്, ബി ചീപ്പസ്റ്റ്, സി മോസ്റ്റ് ചീപ്പ്, ഡി ചീപ്പർ. അത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ചീപ്പറാണ്. അത് വാക്യത്തിൽ ദാനുള്ളതിനാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കണം. അത് ചീപ്പറാണ്. ചീപ്പിൻ്റെ കമ്പാരിറ്റീവ് ചീപ്പറും സൂപ്പർലേറ്റീവ് ചീപ്പസ്റ്റുമാണ്. മോർ ചീപ്പ്, മോസ്റ്റ് ചീപ്പ് എന്ന് ഉപയോഗിക്കാറില്ല. ഇതിൽ ഞാൻ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ്സ് ആയിട്ടുള്ള കുറേ വാക്കുകളുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ്സും ആയിട്ടുള്ള കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ വാക്കുകളും അത്യാവശ്യം വേണ്ട ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ മതി. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ വെഡ്ഡിങ് ഹാസ് ബീൻ ഡാഷ് ആൻഡിൽ ജൂൺ. ദ വെഡ്ഡിങ് ഹാസ് ബീൻ ഡാഷ് ആൻഡിൽ ജൂൺ. ഓപ്ഷൻ എ പുട്ട് ഔട്ട്, ബി പുട്ട് ഓഫ്, സി പുട്ട് അപ്പ്, ഡി പുട്ട് ഔട്ട്. അതായത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പുട്ട് ഓഫ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് കുറേ ക്വസ്റ്റ്യൻസിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നമുക്ക് സംശയം വരുത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ബൈ ഹാർട്ടാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഞാൻ പറഞ്ഞുതരാം. പുട്ട് ഓഫ്, പുട്ട് ഓ ഡബിൾ എഫ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ പുട്ട് ഓഫ് എന്ന് വെച്ചാൽ നീട്ടി വെക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. അത് പുട്ടോൻ്റെ മീനിങ് വസ്ത്രം അല്ലെങ്കിൽ ധരിക്കുക എന്നൊരു മീനിങ് ഉണ്ട്. പുട്ടപ്പ് എന്ന് വെച്ചാൽ നിർമ്മിക്കുക അല്ലെങ്കിൽ പതിക്കുക എന്നൊരു മീനിങ് ഉണ്ട്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ തീ അല്ലെങ്കിൽ തീ കെടുത്തുക, ആ ഒരു കെടുത്തുക, തീ, അങ്ങനെ ഒരു മീനിങ് ആണ് ഉള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു ഡു നോട്ട് കംപ്ലീറ്റ് dash the traffic regulation you will get dash trouble dash the police. Option A with into with, B towards into with, C with to by, D by into with. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വിത്ത് ഇൻറ്റു വിത്ത്. ഒന്ന് ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് ഞാൻ പറയാം. ഇഫ് യു ഡു നോട്ട് കംപ്ലൈ ഡാഷ് എന്ന് വെച്ചാൽ അവിടെ ഡാഷിൻ്റെ വിത്ത് വരണം. ഇഫ് യു ഡു നോട്ട് കംപ്ലൈ വിത്ത് ദ ട്രാഫിക് റെഗുലേഷൻ യു വിൽ ഗെറ്റ് കഴിഞ്ഞിട്ട് ഡാഷ് അവിടെ ഇൻറ്റു വരും. ഗെറ്റ് ഇൻറ്റു ട്രബിൾ, ട്രബിൾ കഴിഞ്ഞിട്ട് ഡാഷാണ് വരുന്നത് അവിടെ. ട്രബിൾ വിത്ത് ദ പോലീസ് എന്നുള്ള ആൻസർ വരും. 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബോയ് ലുക്ക്ഡ് മച്ച് ഡാഷ്. ദ ബോയ് ലുക്ക്ഡ് മച്ച് ഡാഷ്. ഓപ്ഷൻ എ റിലീവ്ഡ്, ബി റിലീവ്ഡ്, സി റിലീവ്ഡ്, ഡി റിലീഫ്ഡ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി റിലീവ്ഡ്. സ്പെല്ലിംഗ് RELIEVED, RELIEVED.
17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആൻറ്റോണിം ഓഫ് ഡെലിജൻറ്റ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഹാർഡ് വർക്കിംഗ്, ബി ഇൻ്റലിജൻറ്റ്, സി ഹ്യൂമറസ്, ഡി ലേസി. ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. എ ഹാർഡ് വർക്കിംഗ്, ബി ഇൻ്റലിജൻറ്റ്, സി ഹ്യൂമറസ്, ഡി ലേസി. ഇത് ആൻസർ ഓപ്ഷൻ ഡി ലേസി എന്നാണ്. ദ ആൻറ്റോണിം ഓഫ് ഡെലിജൻറ്റ് ഈസ് ലേസി. 18ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹെർ ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹെർ ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. ദ ആൻഡ് ഈസ് അപ്പോസ്ട്രോഫിയിലാണ്. ആൻഡ് ഈസ് ഓപ്ഷൻ എ കൺജക്ഷൻ, ബി ആൻ അഡ്ജക്റ്റീവ്, സി എ നൗൺ, ഡി ആൻ അഡ്വർബ്. ആൻസർ ഓപ്ഷൻ എ കൺജക്ഷൻ. അതായത് രണ്ട് വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വാക്കാണ് കൺജക്ഷൻ എന്ന് പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫോളോയിങ്. കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. ഓപ്ഷൻ എ മോണോലോഗ്, ബി എപ്പിലോഗ്, സി സോളിക്ക്, ഡി ഡയലോഗ്. ആൻസർ ഓപ്ഷൻ ബി എപ്പിലോഗ് ആണ്. അത് മോണോലോഗ് എന്ന് വെച്ചാൽ ആത്മകഥം എന്നൊരു മീനിങ് ആണുള്ളത്. മോണോലോഗ് എന്ന മീനിങ് ആത്മകഥം. എപ്പിലോഗിൻ്റെ മീനിങ് ഉപസംഹാരം എന്ന മീനിങ് ആണ്. സോളിയോക്കി എന്ന് വെച്ചാൽ ആത്മകഥം തന്നെയാണ്. ഡയലോഗ് സംഭാഷണം. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക് he didn't succeed. The above simple sentence can be converted into a compound sentence as. Option A, in spite of his hard work, he didn't succeed. B, he didn't succeed as he didn't work hard. C, he worked hard yet didn't succeed. D, though he worked hard, he didn't succeed. ഇത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹി വർക്ക്ഡ് ഹാർഡ് യെറ്റ് ഡിഡിൻറ്റ് സക്സീഡ്. അത് ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ എന്നിവ കൊണ്ട് രണ്ട് വാക്യങ്ങൾ യോജിപ്പിച്ചാലാണ് ആ വാക്യം കോമ്പൗണ്ട് സെൻറ്റൻസ് ആവുന്നത്. അപ്പം ദോ എന്നുകൊണ്ട് യോജിപ്പിച്ചാൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നു. അപ്പം അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഫോർ, ആൻഡ്, നോറ്, ബട്ട്, ഓർ, യെറ്റ്, സോ എന്നിവ കൊണ്ട് രണ്ട് വാക്യങ്ങളെ യോജിപ്പിച്ചാൽ മാത്രമാണ് ആ വാക്യം കോമ്പൗണ്ട് സെൻറ്റൻസ് ആവുന്നത്. കോമ്പൗണ്ട് സെൻറ്റൻസിൽ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അസ്, ദോയ് എന്നിവ കൊണ്ട് യോജിപ്പിച്ചാൽ അത് കോംപ്ലക്സ് ആയി മാറിയിട്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ. അവർ ബസ് വെൻ ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. അവർ ബസ് വെൻ ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. ഓപ്ഷൻ എ ഇൻ, ബി അക്രോസ്, സി ത്രൂ, ഡി ഡൗൺ. ആൻസറിൻ്റെ ഓപ്ഷൻ സി ആണ്, ത്രൂ. അതായത് ബസ് കാട്ടിനുള്ളിലൂടെ കടന്നു പോകുന്നതിനാണ് ത്രൂ ഉപയോഗിക്കണം. എന്നാൽ തുറസായ സ്ഥലത്തൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അക്രോസ് ഉപയോഗിക്കണം. ഒരു വിമാനം കാടിന് മുകളിലൂടെ പോകുമ്പോഴും ഗോ അക്രോസ് എന്നാണ് പറയുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഗോ അക്രോസ്, ഇത് വിമാനം പോകുമ്പോൾ ഗോ അക്രോസ് എന്നാണ് പറയുക. 22ാമത്തെ. വിച്ച് ഈസ് ആൻ ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഓപ്ഷൻ എ, ഹി ഈസ് സോ ക്യൂട്ട്. ബി, ദ പ്ലാന്റ് ഈസ് ഗ്രീൻ. സി, വെയർ ഈസ് മൈ റാബിറ്റ്. ഡി, റീഡ് ദിസ് ബുക്ക് നൗ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, റീഡ് ദിസ് ബുക്ക് നൗ. അത് സബ്ജക്റ്റിൽ തുടങ്ങാതെ വെർബിൽ തുടങ്ങുന്ന വാക്യത്തെയാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിൽ തുടങ്ങാതെ വെർബിൽ തുടങ്ങുന്ന വാക്യത്തെ നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന വാക്യമാണ് അസേർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. പിന്നെ ഓപ്ഷൻ ബി ഈ വിഭാഗത്തിൽ വരുന്നു.
ചോദ്യചിഹ്നത്തിൽ അവസാനിക്കുന്ന വാക്യം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ അത് അങ്ങനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നറിയപ്പെടുന്നു. പിന്നെ ആശ്ചര്യചിഹ്നത്തിലാണ് അവസാനിക്കുന്ന വാക്യമെങ്കിൽ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അത് ഒന്നാമത്തെ ഓപ്ഷനാണ്, അതിന് ഒരു ഉദാഹരണമാണ് എക്സ്ക്ലമേറ്ററി. ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഓപ്ഷൻ എ ക്യാൻ, ബി വിൽ, സി കുഡ്, ഡി ഹാഡ്. ആൻസർ ഓപ്ഷൻ സി കുഡാണ്. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു അങ്ങനെ വരും. അപ്പോൾ ഐ വിഷിന് ശേഷം വരുന്ന വാക്യം നമ്മൾ സാധാരണ വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. പക്ഷേ ഓപ്ഷനിൽ കുഡ്, ഹാഡ് എന്നിവയാണ് പാസ്റ്റ് ടെൻസിലുള്ളത്. ഹെൽപ്പ് എന്നത് V1 ആണ്. V1ൻ്റെ കൂടെ കുഡാണ് ഉപയോഗിക്കാനാവുക. ഹാഡ് ഉപയോഗിക്കുമ്പോൾ V3 നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെവി downpour during the previous week dash the whole area. Heavy downpour during the previous week dash the whole area. Option A had inundated, B has inundated, C had been inundated, D is inundated. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹാഡ് inundated. അത് ഹെവി downpour during the previous week had inundated the whole area എന്ന് വരും. അപ്പോൾ ഇത് ഡ്യൂറിങ് ദ പ്രീവിയസ് വീക്ക് എന്നത് പാസ്റ്റ് ടൈമിനെ കാണിക്കുന്നതിലാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. 25ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐഡിയം റൈഡ് ദ ഹൈ ഹോഴ്സ്. The idiom ride the high horse means option A keep away from, B feel proud, C put a blame on others, D at the end. The answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫീൽ പ്രൗഡ് ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ who has done something wrong or unlawful. A person who has done something wrong or unlawful. Option A philanthropist, B pedantic, C native, D miscreant. Answer option D miscreant. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash in the afternoon is not healthy at all. Dash in the afternoon is not healthy at all. Option A sleeps, B sleeping, C slept, D none of the above. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ഇതാണ് ആ സെൻറ്റൻസ്. അപ്പം വാക്യത്തിൻ്റെ സബ്ജക്റ്റാണ് ഇവിടെ വേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സ്ലീപ്സ് എന്നത് പ്രസൻറ്റ് വെർബും സ്ലെപ്റ്റ് പാസ്റ്റ് വെർബും ആണ്. അപ്പോൾ സ്ലീപ്പിംഗ് ഒരു ജെറൻറ്റാണ്. സബ്ജക്റ്റായി സാധാരണ ഉപയോഗിക്കുന്നത് നൗൺ അല്ലെ പ്രൊനൗണ്, ജെറൻ എന്നിവയിലൊന്നാണ്. അപ്പം അതിനാൽ ഇവിടെ ജെറൻറ്റായി വന്നിട്ടുള്ള സ്ലീപ്പിംഗ് ആണ് ശരി ഉത്തരം. ഇവിടെ സ്ലീപ്പ് ഒരു നൗൺ കൂടി ആയതിനാൽ സ്ലീപ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന സംശയം വരാം. അപ്പം സ്ലീപ്പ് ഉറക്കം എന്ന അർത്ഥത്തിൽ നൗണായി ഉപയോഗിക്കാമെങ്കിലും ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആയതിനാലാണ് സ്ലീപ്സ് എന്ന് ഉപയോഗിക്കാൻ ആകില്ല. മാത്രമല്ല പിന്നെ സ്ലീപ്സ് എന്ന് ഉപയോഗിക്കാമെങ്കിൽ ഇതൊരു പ്ലൂറൽ നൗൺ ആയതിനാൽ തുടർന്ന് പ്ലൂറൽ വെർബ് വരണം. എന്നാൽ ഇവിടെ ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാലും സ്ലീവ്സ് പറ്റില്ലെന്ന് ഓർപ്പിക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേ വിൽ ഹാവ് ടു ഡാഷ് ഇഫ് ദേ വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ. ദേ വിൽ ഹാവ് ടു ഡാഷ് ഇഫ് ദേ വാണ്ട് ടു catch the train. Option A run, B ran, C running, D had run. And answer option A run ആണ്. They will have to run if they want to catch the train. ഇതാണ് ആ ഒരു സെൻറ്റൻസ് ഫുള്ള്.
അപ്പം 2-ന് ശേഷം സാധാരണ ഉപയോഗിക്കുന്നത് ബേസ് ഫോം 6 ആണ്. അതൊന്ന് ഓർത്താൽ മതി.